ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ കാല് വറുത്തെടുത്താലോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിത് ഒരു 8 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കഴുകി വൃത്തിയായിട്ട് എടുത്തുകൊണ്ട് വന്ന് വെച്ചിരിക്കുന്ന കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സെപ്പറേറ്റ് ഇതുപോലെ തന്നെ കാല് തന്നെയായിട്ട് മേടിക്കാൻ കിട്ടും. അങ്ങനെ മേടിച്ചാണ്. ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം സവാള, 3-4 പച്ചമുളക്, ഇതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ആ ഇഞ്ചിയൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ സവാളയും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിനകത്താക്കി ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട്, ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ടാണ് അരയ്ക്കുന്നത് കേട്ടോ. അപ്പം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുത്തിട്ട് വരാവേ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസിലേ അതിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും അതിൽ ചേർക്കുന്ന സ്പൈസസൊക്കെ ഇല്ലേ, അതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് തേച്ച് കൊടുക്കുന്നത്. അപ്പം ആദ്യം തന്നെ ഈ അരച്ചെടുത്തതെല്ലാം കൂടി നമ്മൾ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലയാണ്. ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടി കേട്ടോ, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ കുറച്ച് ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. അരിപ്പൊടിയോ കോൺഫ്ലവറോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, പെരിഞ്ചീരകവും കുരുമുളക് പൊടിയും കൂടി ഞാൻ പൊടിച്ചെടുത്തതാണ്. അത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ അതുപോലെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് തൈരാണ്. ഒരു 1.5 ടേബിൾ സ്പൂണോളം തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ തൈര് ഇല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങ നീരോ വിനാഗിരിയോ ഉപയോഗിച്ചാൽ മതിയേ. അപ്പോൾ തൈരും കൂടി ഇട്ട് നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഫ്രിഡ്ജിലൊന്ന് വെക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 2-3 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞാൻ ഇതുണ്ടാക്കിയെടുക്കുന്നത്. ഏകദേശം 3-4 മണിക്കൂർ കഴിഞ്ഞു. ഞാനതാ പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നപ്പോഴത്തേനും ഞാൻ കുറച്ച് പെരിഞ്ചീരകവും അതുപോലെ തന്നെ 2 വെളുത്തുള്ളി ഇല്ലേ, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഞാൻ എപ്പോൾ ചിക്കൻ വറുത്താലും ഇതുപോലെ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടേ വറക്കാറുള്ളൂ. എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഓരോ പീസുകളായിട്ട് ചിക്കൻ എടുത്ത് വെച്ച് കൊടുക്കാം. ചിക്കനൊക്കെ കുറച്ചൊന്നായി വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം ഏകദേശം ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുന്നതാണ് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുകൾ ഭാഗം കരിഞ്ഞു പോകും. പിന്നെ നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലോട്ടൊന്നും വേവാതെ വരും. അപ്പം അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുന്നതാണ് നല്ലത്.
കുറച്ചൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലവണ്ണം വേവിച്ചെടുക്കാം. ഒരുപാട് എണ്ണ ഒഴിച്ച് മുക്കി വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ വറുത്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ഡീപ്പ് ഫ്രൈ ആക്കാൻ വേണ്ടി ഞാൻ പാനൊന്ന് ചെരിച്ച് വെച്ച് അതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റായിരുന്നു. കണ്ടില്ലേ, നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലവണ്ണം വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലും കൂടുതലും മൊരിച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഉണ്ടോ, നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസുകളായിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ കുറച്ച് മസാല ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ മസാല കൂടി ഞാൻ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ടേ. അപ്പോൾ ഈ മസാല കുറച്ചൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഞാൻ കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയും ചോറിനകത്തൊക്കെ ഇട്ട് കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയാമോ? നിങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കുന്നവരായിരിക്കാം. അപ്പോൾ ഇതാ പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് കോരി ആ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാവേ. മീൻ വറുക്കുന്ന സമയത്തും ഇതുപോലെ മസാല ബാക്കി വരുന്നത് ഇതുപോലെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. കണ്ടില്ലേ, നല്ലവണ്ണം തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ആ ചിക്കൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി പാൻ അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു 2-3 പച്ചമുളകും കൂടെ കീറി ഇട്ട് കൊടുത്ത് അതുകൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ടേ. അതുകൂടി നല്ല ഡീപ്പ് ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇടയ്ക്കൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് വറുത്ത് കോരി അതും നമുക്ക് ജസ്റ്റ് ചിക്കൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഫ്ലേവർ ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ കറിവേപ്പിലയും നല്ല ഡീപ്പ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി നമ്മുടെ ചിക്കൻ്റെ മുകളിലിട്ട് കൊടുക്കാവേ. അപ്പോൾ ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളി നല്ല ഡീപ്പ് ഫ്രൈ ആയി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.